കേൾക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കൽപ്പനകളെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഉമ്മയോട് ചില നിലപാടുകളിലൊക്കെ വിയോജിച്ചു എന്ന് കരുതി പ്രശ്നങ്ങളൊന്നും വരാനില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാടിലോ ഭൗതികമായ ചില നിലപാടുകളിലോ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഉമ്മയോട് വിയോജിക്കൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. പല കാര്യത്തിലും വിയോജിക്കാം. നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഉപ്പയോട് ചില കാര്യങ്ങളിലും നിലപാടുകളിലും ഒക്കെ വിയോജിച്ചു എന്ന് കരുതി അപകടങ്ങളൊന്നും വരാനില്ല. നമ്മൾ ഈ ലോകത്ത് ആരെയൊക്കെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ജീവിതത്തിൽ ചേർത്തു പിടിക്കുകയും ചെയ്യുന്നോ അവരോടൊക്കെ വിയോജിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. പല കാര്യത്തിലും വിയോജിക്കാം. വാപ്പ ചെയ്ത പാർട്ടിക്ക് തന്നെ ഞാൻ വോട്ട് ചെയ്തോളൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരാനില്ല. മതപരമായും പ്രശ്നമില്ല, അല്ലാതെയും പ്രശ്നമില്ല. അതേ സമയത്ത് നമുക്ക് ഒരർത്ഥത്തിലും ഒരു കാര്യത്തിലും വിയോജിക്കാൻ പറ്റാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമേൽ യോജിക്കേണ്ട ഒരാളും അല്ലാഹു തആല നമുക്ക് ആദരിക്കാൻ സൃഷ്ടിച്ചു തന്നതിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യത്തിലും വിയോജിക്കാൻ നമുക്ക് ന്യായമില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ എവിടെയാണ് ഉണ്ടാവേണ്ടത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പിച്ചു കൊടുക്കേണ്ട സ്ഥാനം എവിടെയാണ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എനിക്ക് എന്നേക്കാൾ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണം. ഞാൻ എന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. എനിക്ക് ചിലപ്പോൾ എന്നോട് തന്നെ വിയോജിക്കേണ്ടി വന്നേക്കാം, എന്നാൽ എനിക്ക് എന്നേക്കാൾ കടപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എനിക്ക് എന്നേക്കാൾ കടപ്പെട്ടതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഭൗതികമായി പറഞ്ഞാൽ അവനെ തന്നെയാണ്. നമ്മളിപ്പോ ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടി മത്സരിക്കുകയാണെങ്കിൽ ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കും. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എന്റെ സംസ്ഥാനം ജയിക്കണമെന്ന് ആഗ്രഹിക്കും. രണ്ടു ജില്ലകൾ തമ്മിലാണെങ്കിൽ എന്റെ ജില്ല ജയിക്കണമെന്ന് ആഗ്രഹിക്കും. നേരത്തെ ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ച സ്റ്റേറ്റിൽപ്പെട്ടതാണ് മറ്റു ജില്ലയും, എന്നാലും എന്റെ ജില്ല ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. രണ്ട് പഞ്ചായത്തുകൾ തമ്മിലാകുമ്പോ നേരത്തെ ജയിക്കണമെന്ന് ആഗ്രഹിച്ച ജില്ലയിൽപ്പെട്ടതാണ് മറ്റേ പഞ്ചായത്തെങ്കിലും എന്റെ പഞ്ചായത്ത് ജയിക്കണം. രണ്ട് കുടുംബങ്ങൾ തമ്മിലാകുമ്പോൾ എന്റെ കുടുംബം ജയിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് കുടുംബ കോടതികളിൽ എത്രയോ ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു. വാപ്പയും മകനുമായി, ഭാര്യയും ഭർത്താവിന്റെയും ഇടയിൽ. അങ്ങനെ തുടങ്ങി ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ എത്രയോ ആളുകളോടുള്ള വിയോജിപ്പുകളുടെ പേരിൽ കേസുകൾ നടക്കുന്നു. വാപ്പയ്ക്കെതിരെ കേസ് കൊടുത്ത മകൻ വാപ്പ ജയിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അവൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവ ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥമായ വിചാരങ്ങളുള്ളവരാണ്.
എന്നാൽ ഞാനും നിങ്ങളും മുഅ്മിനീങ്ങളായി മാറണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. ഹത്താ യകൂന ഹവാഹു, അവന്റെ താല്പര്യവും അവന്റെ വിചാരവും അവന്റെ വികാരവും ആകുന്നതുവരെ തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ പഠിപ്പിച്ച മാർഗത്തോട് യോജിച്ചു വന്നില്ലെങ്കിൽ, അനുബന്ധമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുകരിക്കുകയും അനുസരിക്കുകയും വേണം. നമ്മുടെയൊക്കെ വീടുകളിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പലപ്പോഴും അതിര് കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അവനവന്റെ താല്പര്യങ്ങളെ മത താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യത്തോടെ കാണുമ്പോഴാണ്. എന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം തബഅൻ ലിമാ ജാഅ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ചര്യയോട് യോജിക്കണം എന്ന നിർബന്ധം ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം. അപ്പോഴേ സമ്പൂർണ്ണ മുഅ്മിനാവുക. എന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ ആചാരങ്ങളും ചടങ്ങുകളും, മകന്റെ മകളുടെ സ്വന്തം വിവാഹങ്ങളാവട്ടെ മറ്റ് ആചാരങ്ങളാവട്ടെ, എല്ലാത്തിലും എന്റെ മാനദണ്ഡം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ച പരിധിയിൽ നിന്ന് പുറത്തു പോകരുത്, അതിന്റെ ഉള്ളിൽ നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈമാൻ സമ്പൂർണ്ണമാകുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ നമ്മുടെ എല്ലാ ക്യാമ്പയിനുകളുടെയും ലക്ഷ്യം വിശ്വാസികളായ നമ്മുടെയൊക്കെ ഈമാൻ പരിപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ലോകത്ത് ഒരുപാട് മഹാന്മാരുടെ ചരിത്രം വായിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അക്ഷരാർത്ഥത്തിൽ സമർപ്പിച്ചവരുടെ അത്രയും വേറെ ഒരാൾക്കെങ്കിലും വേണ്ടി ജീവൻ കൊടുത്ത അനുഭവങ്ങൾ വായിക്കാൻ കഴിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിസന്ധി ഘട്ടത്തിൽ കരയുന്നു. ഒരുപാട് ഘട്ടങ്ങളുണ്ട്, എണ്ണി പറയേണ്ടതില്ല. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖെ കരയുന്നത്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കാര്യത്തിൽ എനിക്ക് കരച്ചിലും സങ്കടമൊന്നുമില്ല, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, എനിക്ക് പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ, ആയുധങ്ങൾ സ്വന്തം ശരീരം കൊണ്ട് തടുക്കുകയും സ്വയം ലോകത്തോട് വിട പറയുന്നു. എന്നാലും വേണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പരിക്കും ഒരു പോറലും സംഭവിക്കരുത്. സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്, അവസാന ഘട്ടത്തിലാണ്. ഇനി ലോകത്തോട് പിരിയാൻ നിമിഷങ്ങളേ ഉള്ളൂ. അല്ലയോ സഅദ് റളിയല്ലാഹു അൻഹു, എന്തെങ്കിലും പറയാനുണ്ടോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ ഒരു അഭിവാദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കണം. എനിക്ക് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകാൻ ഒരാളെ ഉള്ളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തോട് എന്റെ അഭിവാദ്യം അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇമയനങ്ങുന്ന ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം സമർപ്പിതരായി നിൽക്കണം, മാറിപ്പോകരുത്. നിങ്ങൾക്ക് ജീവന്റെ അവസാനത്തെ തുടിപ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നിൽക്കണം. ഈ രണ്ട് കാര്യമേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ടായിരുന്നു. ഇത്രമേൽ സ്നേഹിച്ചു കാണിച്ചു തന്ന സ്വഹാബികൾ അവരുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഇല്ലാതായിരുന്നു. എല്ലാ ദിവസവും നബിദിനമായിരുന്നു. നമ്മുടെ നബിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയുന്നു, കൂടുതൽ അനുകരിക്കുന്നു, കൂടുതൽ ഇഷ്ടം വെക്കുന്നു, കൂടുതൽ പഠിക്കുന്നു, അവിടുത്തെ സാന്നിധ്യത്തിന്റെ പേരിൽ കൂടുതൽ സന്തോഷിക്കുന്നു. അതാണ് നമ്മുടെ റബീഉൽ അവ്വലിന്റെ 1 മുതൽ അവസാനം വരെയുള്ള പ്രമേയം. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസവും മാക്സിമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിച്ചു, പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ചു, പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ എല്ലാ ദിവസവും മീലാദായിരുന്നു. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും ജീവിതത്തിൽ അനുകരിക്കാനും
നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് സാന്നിധ്യത്തിന്റെ സന്തോഷം തരാനും ഖബറിൽ വെക്കപ്പെട്ടാൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഒരിക്കലും മുറിയാത്ത ഒരു ബന്ധത്തിന്റെ നേതാവായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മഹത്തുക്കളിൽ ഒരാളാണ് റബീഇ ഇബ്നു ഖിറാഷ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ജീവിതകാലത്ത് അധികം ചിരിക്കാനൊന്നും നേരമുണ്ടായില്ല. കാരണം പഠിക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ ലോകത്ത് സീരിയസ് ആയി ജീവിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായി ചിരിക്കുകയില്ല, കളിയും തമാശയൊന്നുമില്ല. ദാഇമുൽ ഫിക്ര, എപ്പോഴും അലേർട്ട് അല്ലെങ്കിൽ എപ്പോഴും ആലോചനാപൂർവ്വം ജീവിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. എപ്പോഴും കാര്യഗൗരവങ്ങളെ കുറിച്ച് ആലോചനയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് വെറുതെ കളയാൻ സമയമുണ്ടാവില്ല. അപ്പൊ മഹാനവറുകൾ ജീവിക്കുന്ന കാലത്ത് അധികം ചിരിക്കാനും ഉല്ലസിക്കാനും ഒന്നും നേരം കണ്ടെത്തിയില്ല. ഹദീസിന് സേവനം ചെയ്ത മഹാനാണ്. മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ജനാസ എടുത്തുകൊണ്ട് പോകാൻ ആളുകൾക്ക് അത്ര ഇഷ്ടം വരുന്നില്ല. കാണാൻ നല്ല രസമുണ്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്നയാളെ. അപ്പോൾ ഒരു അശരീരി കേട്ടു, എന്നെ എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് കിടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്രയാകാനാവണം. അല്ലാഹു തആല ആ വിധത്തിൽ ആത്മീയ സന്തോഷങ്ങളും പദവികളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റബീഇന്റെ ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനും അടുക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പട്ടണത്തിലെ ഈ പള്ളി നിരന്തരമായി നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളിയാണ്. 5 വക്തിനും നിറഞ്ഞ മുസല്ലകൾ മുഴുവനും ഫുള്ളായി ജമാഅത്ത് നടക്കുന്ന പള്ളി. പിന്നെയും ഓരോ സമയവും ആയിരക്കണക്കിന് ആളുകൾ നിത്യേന നിസ്കരിക്കുന്ന പള്ളിയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സഹായിച്ച കാലങ്ങളുടെ ഇന്നലകൾ മുതൽ, ഇതിന്റെ പ്രാരംഭം മുതൽ, ഇതിന്റെ നിർമ്മാണത്തിന് സാരഥ്യം കൊടുത്ത സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഹഫളഹുല്ലാഹു വറഅ മഹാനവറുകൾ മുതൽ ഇന്ന് വരെ ഈ പള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇമാറത്തിനും സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും ഒരുപാട് നന്മകൾക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പ്രിയമുള്ളവരെ, 4-ാം തീയതി അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് കോഴിക്കോട് നടക്കുന്നുണ്ട്. 4-ാം തീയതി അല്ലേ? നമ്മുടെ തെക്കു ഭാഗത്തൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് 1500-ാം മീലാദായതുകൊണ്ട് അവിടെ ഒരു ഇന്റർനാഷണൽ സീറത്തുൽ നബി കോൺഫറൻസ് വേണമെന്ന് ആഗ്രഹിച്ച് മാസങ്ങളായി അതിന്റെ പ്രവർത്തനം നടത്തി. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 30-31 തീയതികളിൽ കൊല്ലത്ത് വെച്ച് വിപുലമായ ഒരു അന്താരാഷ്ട്ര സീറത്തുൽ നബി കോൺഫറൻസ് നടക്കുകയാണ്. ദൂരം യാത്ര ചെയ്യാനുണ്ടാവും. ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വരുന്ന ദൂരം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പരിപാടിക്ക് അങ്ങോട്ടൊന്ന് വന്ന്, സാധാരണ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടെ വരലാണ് ഓരോ പരിപാടിക്ക്. അതുകൊണ്ട് ഒരു പരിപാടിക്ക് നിങ്ങളൊക്കെ അങ്ങോട്ടും വരണം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ബഹുമാനപ്പെട്ട അലിയുൽ ഹാഷിമി ഹഫ്ളഹുല്ലാഹ്, ഷെയ്ഖ് ഔനുൽ ഖദ്ദൂമി ഹഫ്ളഹുല്ലാഹ്, ഹൈസമുൽ ബലൂഷി തുടങ്ങിയുള്ള 1 ഡസനോളം വരുന്ന വിദേശ പണ്ഡിതന്മാർ, സീറയിലും ഹദീസിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ 2 ദിവസം വ്യത്യസ്തങ്ങളായ ദിറാസകളിൽ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന രീതിയും അധ്യായങ്ങളും അല്ല. ഫളാഇൽ, ഷമാഇൽ, ഖസാഇസ്, ദലാഇൽ, ഇങ്ങനെ ആധികാരികമായ അറബിയിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന് വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തുന്ന ഒരു മലയാളം സെഷനും മലയാളവും അറബിയും 2 പ്ലാറ്റ്ഫോമിലും കൊല്ലം പട്ടണത്തിൽ 31-ന് ഞായറാഴ്ച വൈകുന്നേരം വിപുലമായ ഒരു അന്താരാഷ്ട്ര സീറത്തുൽ നബി കോൺഫറൻസ് നടക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമ്മെ കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.